പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത ഒരു BSP MP അടുത്തിടെ BJPയിൽ ചേർന്നു. വിരുന്നിൽ പങ്കെടുത്ത RSP നേതാവ് NK പ്രേമചന്ദ്രൻ ഇതുവരെ BJPയിൽ ചേർന്നിട്ടില്ല. പക്ഷേ മോദി പ്രശംസകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്താൽ ആ പദ്ധതി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുമത്രേ. ശരിയാണ്, വർഗീയതയുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിലും നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മോദി ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത BSP MP ഹൃദേശ് പാണ്ഡെ BJPയിൽ ചേർന്നു. വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ ഇതുവരെ BJPയിൽ ചേർന്നിട്ടില്ല. പ്രേമചന്ദ്രൻ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയാണ്. BJPയിൽ ചേർന്നിട്ടില്ലെങ്കിലും പ്രേമചന്ദ്രൻ മോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം, പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന നേതാവാണോ നരേന്ദ്രമോദി? വർഗീയതയുടെ കാര്യത്തിൽ ഈ വാദം ശരിയാണ്. ബാബറി മസ്ജിദ് തകർത്തിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന ഉറപ്പ് മോദി പാലിച്ചിരിക്കുന്നു. കശ്മീരിന്റെ പ്രത്യേകാവകാശം പിൻവലിക്കുമെന്ന ഉറപ്പും മോദി നടപ്പിലാക്കി. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുമെന്ന ഉറപ്പ് മോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയുടെ മുന്നോടിയായി മോദി അണികൾക്ക് നൽകിയ ഉറപ്പുകളാണ് ഇന്ന് മണിപ്പൂരിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി നൽകിയ വേറെ കുറെ ഉറപ്പുകളുണ്ട്. 2014 ലോക്സഭാ പ്രചാരണ വേളയിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ ഇന്ത്യക്കാർക്കുള്ള അനധികൃത നിക്ഷേപങ്ങൾ പിടിച്ചെടുക്കും എന്നതായിരുന്നു ഒരു ഉറപ്പ്. അങ്ങനെ ലഭിക്കുന്ന പണത്തിലെ 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യൻ പൗരന്റെയും അക്കൗണ്ടിൽ ഇടും എന്നതായിരുന്നു ഉറപ്പ്. ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ വ്യവസായികളിൽ നിന്ന് കുഴപ്പണം വാങ്ങി BJPയുടെ ഫണ്ടിലേക്ക് പണമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് മോദി ചെയ്തത്. 50 രൂപയ്ക്ക് പെട്രോൾ വിതരണം ചെയ്യുമെന്നാണ് മോദി 2014 പറഞ്ഞിരുന്നത്. പെട്രോൾ വില ഇന്ന് ലിറ്ററിന് 110 മുകളിലാണ്. പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 1000 മുകളിൽ. പാചകവാതക സബ്സിഡി ബഹുഭൂരിപക്ഷത്തിനും ലഭിക്കുന്നില്ല. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനായി ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന ഉറപ്പ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, കാർഷികോൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. സമരം ചെയ്ത കർഷകരെ വണ്ടിയിടിച്ചും വെടിവെച്ചും കൊലപ്പെടുത്തി. വികസന വിഷയത്തിൽ മോദി നൽകിയ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. മോദിയെ വാനോളം പുകഴ്ത്തുന്ന പ്രേമചന്ദ്രന് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്.